ഹലോ ഗായ്സ്, നിങ്ങൾക്ക് ഇന്ന് ബിരിയാണി വേണോ കുഴിമന്തി വേണോ? ഇന്നത്തെ സ്പെഷ്യൽ ഓക്കേ. അപ്പോൾ കുഴിമന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഇതൊക്കെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കഴുകി വെച്ച ചിക്കനിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കുക. ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് നമുക്ക്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, ഇവ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ചിക്കനിലേക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. സ്പൂൺ ഉപയോഗിച്ചോ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് കാര്യമില്ല. നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ നല്ലോണം ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, പിന്നെ അവസാനമായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് 2 മാഗി ക്യൂബ് കൈകൊണ്ട് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ഉപ്പിടുമ്പോൾ ഈ മാഗി ക്യൂബിലും കുറച്ച് ഉപ്പുണ്ടാവും, അതും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് മന്തിക്ക് ആവശ്യമായ അരി തയ്യാറാക്കാം. ഞാനിവിടെ 2 കപ്പ് ഇന്ത്യ ഗേറ്റ് ബസുമതി റൈസാണ് എടുത്തത്. ഏതായാലും കുഴപ്പമില്ല. അത് നന്നായി കഴുകി മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് സ്പൈസസ് ആണ്. കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എന്നിവ അരി വേവിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കഴുകി മാറ്റി വെച്ച ബസുമതി അരി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു മാഗി ക്യൂബാണ്. അത് കൈകൊണ്ട് ചതച്ചിട്ട് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചിക്കൻ തയ്യാറാക്കാം. നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് വേവിക്കാൻ വെക്കാം. ആദ്യം അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് നന്നായിട്ട് ചിക്കൻ വേവിക്കുക. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി മേലെ തൂവി കൊടുക്കുക. ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നമുക്ക് വേവിച്ച് കൊടുക്കാം. ഒരു ഭാഗം 20 മിനിറ്റും മറുപുറം 20 മിനിറ്റ്, അങ്ങനെ ടോട്ടൽ 40 മിനിറ്റ് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ചിക്കനിൽ ഉപ്പുണ്ടോയെന്നും കൂടി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിക്കനിലെല്ലാം കറക്റ്റ് ഉപ്പൊക്കെയാണ്. എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിക്കൻ വെന്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തെളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. അതിൻ്റെ മുന്നേ ഈ എണ്ണ നമുക്ക് കുറച്ച് ബൗളിലേക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ആവശ്യമുണ്ട്. ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്യാം. വേവിച്ച് വെച്ച ബസുമതി റൈസ് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുഴുവൻ ബസുമതി റൈസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തിളഞ്ഞ് വന്ന എണ്ണയില്ലേ, അതും കൂടി ഇതിലേക്ക് മുകളിലേക്ക് തൂക്കി കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇങ്ങനെ കുത്തനെ ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് വേണ്ട പച്ചമുളക് നമുക്ക് ഇതിലേക്ക് എടുക്കാം.
അത് കഴിഞ്ഞ് സ്മോക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ചാർക്കോൾ എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സ്മോക്ക് വന്ന ഉടനെ തന്നെ നമുക്ക് വേഗം ഒരു മൂടി വെച്ച് മൂടി വെക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ചെറുതീയിൽ വേവിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? ആ കളർ കാണുമ്പോഴേ ഒന്ന് തിന്നാനൊക്കെ കൊതിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കണം. ഇനി നമുക്കത് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനും ചോറും നമുക്ക് വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്മെല്ല് വൈസ് ആൻഡ് കളർ വൈസ് അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും. അപ്പോൾ നമ്മളെല്ലാം ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചട്നി ഉണ്ടാക്കുന്നത് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മയണൈസ്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. എന്തായാലും എൻ്റെ മോന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് അവൻ സൂപ്പറാന്ന് കൈകൊണ്ട് എക്സ്പ്രഷനൊക്കെ കാണിച്ച് ചെയ്യാൻ തിന്നിട്ടാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും ഇഷ്ടമാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ജാനി? ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ സൂപ്പറായിരിക്കും. എന്തായാലും ഞങ്ങൾ സൺഡേ പൊളിച്ചിട്ടുണ്ട്. മന്തിയും അതുപോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂ.